സലി, എന്തൊക്കെയാണ് ഇതുവരെയുള്ള നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ഏറ്റവും ഒടുവിലിതാ അമ്മ പൂർണ്ണമായും ഇല്ലാതാകുന്നതിലേക്ക് നീങ്ങുകയാണ്. മീൻസ് അമ്മയുടെ നിലവിലുള്ള ഭാരവാഹികൾ മുഴുവൻ രാജിവെക്കുന്നതിലേക്ക് പോവുകയാണ്. സിദ്ദിഖിൽ തുടങ്ങിയതാണ്. അജിംഷാദ്, അമ്മ സംഘടന വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വവും പ്രശ്നങ്ങളും ഒരു പൊട്ടിത്തെറിയെ കലാശിച്ചിരിക്കുന്നു. തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് അലയൊലി ഇതിൻ്റെ പൂർണ്ണമായി ഉണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. അതിൻ്റെ അവസാനമായി പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ 17 അംഗങ്ങളും രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 2 മാസത്തേക്ക് ഇതേ കമ്മിറ്റി അഡ്ഹോക്കായി തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. 2 മാസത്തിന് ശേഷം ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു സംഭവവികാസങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിലേക്ക് വന്നാൽ, ഇന്ന് നമുക്കറിയാം നേരത്തെ ഇന്ന് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് രാജിവെച്ചിരുന്നില്ല. തുടർന്ന് സിദ്ദീഖിനെതിരെ ആരോപണവും പരാതിയും ഉയർന്നു. സിദ്ദീഖ് രാജിവെക്കുന്നു. പകരം കണ്ടെത്തിയ ബാബുരാജ് ജോയിൻറ്റ് സെക്രട്ടറി നിശ്ചയിക്കുന്നതിന് ബാബുരാജിനെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരർത്ഥത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബാബുരാജിനെതിരെ മീട്ടുആരോപണം ഉയർന്നു. അത് കേസ് പരാതിയുമായി മാറുന്നു. അപ്പോൾ ഒരു വലിയ അനിശ്ചിതത്വം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഓൺലൈനിൽ യോഗം ചേർന്നു. മോഹൻലാൽ ഉൾപ്പെടെ പങ്കെടുത്തു. ഒടുവിൽ അത് രാജിയിലേക്ക് എത്തുകയായിരുന്നു. മോഹൻലാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജി സന്നദ്ധത ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും അംഗങ്ങളെ വ്യക്തിപരമായും ഒക്കെ അറിയിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ അത്തരമൊരു സൂചന നമുക്കടക്കമുള്ള മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. മോഹൻലാൽ രാജി പ്രഖ്യാപിച്ചേക്കും എന്നുള്ള കാര്യം. പക്ഷേ ആദ്യത്തെ 2 ദിവസം കൊണ്ട് മോഹൻലാലിനെ അനുനയിപ്പിക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്ന് യോഗത്തിനിടയിൽ മോഹൻലാൽ തീരുമാനമെടുത്ത് തന്നെയാണ് യോഗത്തിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രമുഖ സഹപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം വികാരാധീനായി അക്കാര്യം പറയുകയും ചെയ്തു. അപമാനകരമായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ വിശദീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി ഈ സംഘടനയെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകാൻ, ഈ സംഘടന ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന് അദ്ദേഹം ഔദ്യോഗികം അറിയിക്കുകയായിരുന്നു. തുടർന്ന് 17 അംഗങ്ങളും രാജി പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ നിലവിലുള്ള കമ്മിറ്റി ഇല്ലാതാവുകയാണ് ഉണ്ടായത്. പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മിറ്റി ഒരു താൽക്കാലിക സമിതിയായി തുടരും. അവരുടെ പരിമിതമായ ചുമതലകൾ അമ്മ ഓഫീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, കൈനീട്ടം പോലുള്ള ഇപ്പോൾ അംഗങ്ങൾക്കിടയിൽ ഈ സാമ്പത്തിക സഹായമൊക്കെ വിതരണം ചെയ്യുന്നൊരു പദ്ധതിയാണത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അംഗങ്ങൾക്ക് അത് കൈനീട്ടം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഓണക്കാലമാണ്, അത് മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഈ സമിതി താൽക്കാലികമായി പരിമിതമായ അധികാരങ്ങളോടെ തുടരും. ഇവർ ഇക്കാര്യങ്ങളിലൊന്നും ഒരഭിപ്രായം പൊതുസമൂഹത്തിൽ, മാധ്യമങ്ങളിൽ സംഘടനയുടേതായി പറയാൻ പാടില്ല എന്നും തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇപ്പോഴുള്ള കമ്മിറ്റി അംഗങ്ങൾ ആരും ഇനി പുതിയ സംവിധാനം വരുന്നതുവരെ ഒരു അഭിപ്രായ പ്രകടനവും പൊതുസമക്ഷത്തിൽ നടത്തില്ല എന്നും ഇന്നത്തെ തീരുമാനമായിട്ടുണ്ട്. 2 മാസത്തിന് ശേഷം, പരമാവധി 3 മാസം എന്നാണ് പറഞ്ഞത്, ജനറൽ ബോഡി കൊച്ചിയിൽ ചേരും. അവിടെ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കും എന്ന് തീരുമാനിച്ചാണ് രാജി അംഗീകരിച്ച് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ താരസംഘടനയായ അമ്മ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അജിംഷാദ്, തീർച്ചയായും